ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 2023 റീസണായിട്ട് പുറത്തിറങ്ങിയ തന്ത്രം എന്ന തെലുങ്ക് മൂവിനെ കുറിച്ചിട്ടാണ്. ബിസിനസ്സിൽ സക്സസ് ആവാൻ വേണ്ടി തന്റെ ഭാര്യനെ ജിന്നിന് കൊടുക്കുന്ന ഒരു ഭർത്താവ്. ഇങ്ങനൊരു വിചിത്രമായ കഥയാണ് ഈ മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഫാന്റസി ഹൊറർ മൂവിയാണ്. ഈ മൂവിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ആകാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് സമയം കളയാതെ നേരെ നമ്മുടെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ തുടക്കത്തിൽ കുറച്ച് ചെറുപ്പക്കാരെ കാണിക്കുന്നു. ഇവരെല്ലാരും കൂടി ഇപ്പൊ ഒരു കുപ്പിയെല്ലാം വാങ്ങി, എടാ നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പോയിരുന്നു കമ്പനി കൂടാ, പറ്റിയ സ്ഥലം ഏതെങ്കിലും ഉണ്ടോ എന്ന് പരസ്പരം അങ്ങനെ ചോദിക്കുന്നു. ഈ സമയം കൂട്ടത്തിലുണ്ടായിരുന്ന രാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അളിയെ ഒരു ശല്യം ഇല്ലാത്ത നല്ലൊരു സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവന്മാരെല്ലാരും കൂട്ടിക്കൊണ്ട് നേരെ അവിടേക്ക് ചെല്ലുന്നു. ആ സ്ഥലത്താകെ ഇരുട്ടാണ്, അതുകൊണ്ട് ഒരു ലൈറ്റ് എല്ലാം കത്തിച്ച് വെച്ചിട്ടാണ് അവർ കലാപരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ രണ്ടുമൂന്ന് പേക്കെല്ലാം കഴിച്ച് അവർ വൈബാവുന്ന സമയം. ഈ സമയത്ത് എന്തെങ്കിലും കഥ കേട്ടാൽ നല്ല സൂപ്പർ ആയിരിക്കും, നല്ല കഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, നമുക്ക് അതും കേട്ടോണ്ട് അങ്ങനെ അടിക്കാന്ന് ആ കൂട്ടത്തിൽ ഒരു വ്യക്തി പറയുവാണ്. ഈ സമയം ഇത് കേൾക്കുന്ന രാജ്, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കഥ പറയാം, പിന്നെ ഇത് റിയൽ ആയിട്ട് നടന്ന ഒരു കഥയാണ്, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. റിയൽ ആയിട്ട് നടന്നത് നമുക്ക് വേണ്ടത്, നീ പറയടാ മോനെ എന്ന് ഈ സമയത്ത് കൂടുതലുള്ള ആൾക്കാർ പറയുന്നു. ഇത് കേൾക്കുന്ന രാജ്, ശരി ഈ കഥ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, ജിന്നെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഞങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്താണെന്ന് പറഞ്ഞുതരാൻ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നു. എന്നാൽ അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് കഥയിലേക്ക് കടക്കാമെന്നും പറഞ്ഞുകൊണ്ട് രാജ് അതിനെ പറ്റി പറയാൻ തുടങ്ങുന്നു. ഈ ലോകത്ത് മനുഷ്യന്മാരുള്ളത് പോലെ ഒരു കൂട്ടം ജിന്നുകളും ഉണ്ട്, എന്നാൽ അവറ്റകളെ മനുഷ്യന്മാർക്ക് കാണാൻ കഴിയില്ല. ഒറ്റപ്പെട്ട് കഴിയുന്ന മനുഷ്യ ജീവിതത്തിലേക്ക് ജിന്നുകൾ കടന്നു വരും. അവർക്കൊരു തുണയായി നിന്നുകൊണ്ട് അവരുടെ അടുപ്പ് ആഗ്രഹിക്കും. പിന്നെ ഇവറ്റകളെല്ലാം നെഗറ്റീവ്സ് ആണ്, അതായത് മനുഷ്യന്മാരിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ വേണ്ടി എന്ത് മോശപ്പെട്ട കാര്യങ്ങളോ അവർ ചെയ്യാൻ മടിക്കില്ല. അതായത് ഒറ്റപ്പെട്ട് കഴിയുന്ന മനുഷ്യന്മാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ജിന്നുകൾ ഒരുപാട് ശ്രമിക്കും. അങ്ങനെ അവരത് സാധ്യമാക്കിയ പിന്നെ ആ മനുഷ്യനെ സ്വന്തമാക്കാൻ വേണ്ടിയായിരിക്കും അവർ വിചാരിക്കുന്നത്. അങ്ങനെ അവരുമായിട്ട് കണക്ട് ആയ പിന്നെ ആ മനുഷ്യന്റെ ജീവിതം കഴിഞ്ഞു എന്നാണ് അർത്ഥം. അങ്ങനെ ഇപ്പൊ ജിന്നിനെ പറ്റി ഒരു ഇൻട്രോ കൊടുത്തതിന് ശേഷം രാജ് മെയിൻ കഥയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഒരു സ്ഥലത്ത് വലിയൊരു മുതലാളി ഉണ്ടായിരുന്നു. അയാൾക്ക് പടക്ക കച്ചവടമായിരുന്നു, സ്വന്തമായിട്ട് ഫാക്ടറി എല്ലാം ഉണ്ടായിരുന്നു. അയാൾക്കൊരു ഭാര്യ മകനും ഉണ്ടായിരുന്നു. മകന്റെ പേര് ബാലചന്ദ്രൻ എന്നായിരുന്നു. ഒരു ദിവസം ഫാക്ടറിയിലുള്ള അച്ഛന്റെ അടുത്തേക്ക് ഈ മൂവിയിലെ നായകനായ ബാലചന്ദ്രൻ, അതായത് നായകൻ, അമ്മ എഴുതി വെച്ചിട്ട് പോയ ഒരു കത്തെടുത്തുകൊണ്ട് കൊടുക്കുവാണ്. അങ്ങനെ ഇപ്പൊ അത് വായിച്ചു നോക്കുന്ന നായകന്റെ അച്ഛനാകെ ഡെസ്പ് ആവുന്നു. എന്നിട്ട് നായകന് പറഞ്ഞു കൊടുക്കുവാണ്, ഇനി നമ്മുടെ ജീവിതത്തിൽ നിന്റെ അമ്മ ഉണ്ടാവില്ല എന്ന്, നിന്റെ അമ്മ മറ്റൊരു വ്യക്തിന്റെ കൂടെ നമ്മളെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയെന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ കുഞ്ഞു നായകൻ ആകെ വിഷമിക്കുവാണ്. അങ്ങനെ അവരെ ഉപേക്ഷിച്ചു പോയ അമ്മേനോട് അവൻ അന്ന് മുതൽ വെറുപ്പാവുന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ട് ആ ഒരു വെറുപ്പ് മുഴുവൻ സ്ത്രീവർഗത്തോടും ഉണ്ടാവുകയാണ്. അങ്ങനെ ആ സീനോടെ കട്ടാവുന്നു. കുറെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഇപ്പൊ നമ്മുടെ നായകൻ വളർന്നു വലുതായിട്ടുണ്ട്. ഇപ്പൊ അവന് 10-25 വയസ്സുണ്ട്. ഇപ്പൊ അച്ഛന്റെ ഫാക്ടറിയും കാര്യങ്ങളെല്ലാം നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവനാണ്. ഒരു കാര്യപ്രാപ്തിയുള്ള മകനായിട്ട് അവൻ വളർന്നു വന്നു. ഇത്രയും കാലം കൊണ്ട് മുഴുവൻ സ്ത്രീവർഗത്തോടും അവന് വെറുപ്പായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഫാക്ടറി ജോലി ചെയ്യുന്ന ഒരു പെണ്ണുങ്ങളോടും അവൻ സംസാരിക്കില്ലായിരുന്നു. ഇപ്പൊ ഒരു പെണ്ണ്, അണ്ണ അടുത്ത ആഴ്ചന്റെ കല്യാണമാണ്, അണ്ണൻ തീർച്ചയായിട്ടും വരണമെന്നും പറഞ്ഞുകൊണ്ട് അവനെ കല്യാണം വിളിക്കുന്നു. എന്നാൽ ഈ സമയം നായകൻ ദേഷ്യത്തോടു കൂടി അവളെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പോലും അവന് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ആ ഒരു കാരണം കൊണ്ട്. അങ്ങനെ ഇരിക്കുന്ന അതേ സമയം തന്നെ ആ നാട്ടിലുണ്ടായിരുന്ന ഒരു സുന്ദരി പെണ്ണിനെ നായകന് വേണ്ടി അവന്റെ അച്ഛൻ കല്യാണം ഉറപ്പിക്കുകയാണ്. സ്ത്രീവർഗത്തിനോടുള്ള വെറുപ്പ് കൊണ്ട് ഒരു കല്യാണത്തിനൊന്നും നായകൻ ഓക്കെ അല്ലായിരുന്നു. എന്നാൽ ഇപ്പൊ സുഖമില്ലാതെ കിടക്കുന്ന അവന്റെ അച്ഛന്റെ നിർബന്ധം കൊണ്ട് നായകൻ ഇപ്പൊ അവളെ കല്യാണം കഴിക്കേണ്ടി വരുന്നു. ഒട്ടും താല്പര്യമില്ലാതെ കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ ആദ്യരാത്രിയിൽ നമ്മുടെ നായകൻ അവളുടെ കൂടെ കിടക്കാൻ മടിക്കുവാണ്. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് മാറി പുറത്തു വന്നൊരു പാ വിരിച്ചു കിടക്കുന്നു. അങ്ങനെ അവിടുന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. നായകന്റെ വൈഫ്, അവളെ നമുക്ക് നായിക എന്ന് വിളിക്കാം, കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും തന്റെ ഭർത്താവ് തന്റെ അടുത്തൊന്നും വരാത്തതുകൊണ്ട് അവളാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുന്നു. ആരോടും വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കാതെ ഒരു ഒറ്റപ്പെട്ട ജീവിതമാണ് ഇപ്പൊ നമ്മുടെ നായകൻ ജീവിച്ചു വരുന്നതെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ നായകൻ ഓഫീസിലിരുന്നുണ്ട് എന്തൊക്കെയോ കണക്കുകളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം പെട്ടെന്ന് ഒരു ഒച്ച, അതൊരു ജിന്നിന്റേതായിരുന്നു. ഇങ്ങനൊരു സൗണ്ട് ആദ്യമായിട്ടാണ് അവൻ കേൾക്കുന്നത്. അങ്ങനെ അവൻ വല്ലാതെ പേടിക്കുന്നു. അതുപോലെ ആ ഇടയ്ക്കായിട്ട് ബിസിനസ് കുറച്ച് ഡൗൺ ആയിരുന്നു. അടുത്ത സീനിൽ നായകൻ വന്ന ഈ കാര്യങ്ങളെല്ലാം, അതായത് ബിസിനസ് ഡൗൺ ആയ കാര്യങ്ങളെല്ലാം അച്ഛനെ അറിയിക്കുകയാണ്. വയ്യാതായി പോയോണ്ടാണ് ബിസിനസ് എല്ലാം നിന്നെ ഏൽപ്പിച്ചത്, എല്ലാം നീ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ, ഇപ്പൊ എന്ത് പറ്റി? എന്താ നിനക്കൊരു പെണ്ണെല്ലാം കെടിച്ചു വന്നതിന് ശേഷം നിനക്ക് ബിസിനസ് നോക്കാനൊന്നും സമയമില്ലേ? ഇങ്ങനെയെല്ലാം ചോദിച്ച് ഈ സമയം നായകന്റെ അച്ഛൻ നായകനെ കുറെ വഴക്ക് പറയുന്നു. എന്നാൽ പെണ്ണ് കിട്ടിയോണ്ടൊന്നുമല്ല, ബിസിനസ് ഡൗൺ ആയെന്ന് നായകൻ എത്ര പറഞ്ഞിട്ടും അയാൾ കേൾക്കുന്നില്ല. അങ്ങനെ നായകനെ കുറെ വഴക്ക് പറയുമ്പോൾ അവനോട് അപ്സെറ്റ് ആയി ഇറങ്ങി പോരുവാണ്. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ നായകൻ അതെല്ലാം ആലോചിച്ച് ഹാളിൽ സ്ഥിരം കിടക്കുന്ന പോലെ പാ വിരിച്ചു കിടക്കുവാണ്. നായകനും നായികയും വേറൊരു വീട്ടിലാണ് താമസം, അച്ഛന്റെ കൂടെയല്ല. അങ്ങനെ അച്ഛൻ വഴക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് കിടന്ന് ഒരു ഘട്ടത്തിൽ നായകൻ ഉറങ്ങുന്നു. പെട്ടെന്ന് നായകന്റെ മനസ്സിലേക്ക് ഇന്ന് ഓഫീസിൽ നിന്ന് കേട്ട ശബ്ദവും അതുപോലെ ഒരു ഭീകര രൂപവും അങ്ങനെ തെളിഞ്ഞു വരുവാണ്. ഈ സമയം പെട്ടെന്ന് നമ്മുടെ നായകൻ ചാടി എഴുന്നേക്കുന്നു. അങ്ങനെ ആകെ പാനിക്കായി നായകൻ അങ്ങനെ ഇരിക്കുന്ന സമയം അവന്റെ ഒച്ച കേട്ട് നായിക പെട്ടെന്ന് റൂമിൽ നോടി പുറത്തേക്ക് വരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് അവനെ ഒന്ന് കൂളാക്കുവാണ്. അങ്ങനെ ഇപ്പൊ ഈ സാഹചര്യത്തിൽ ആദ്യമായിട്ട് അവര് തമ്മിൽ മര്യാദയ്ക്കൊന്ന് സംസാരിക്കുന്നു. ഞാനെന്തോ സ്വപ്നം കണ്ടതാണെന്ന് നായകൻ പറയുമ്പോൾ അത്രേ ഉള്ളൂ, പേടിക്കണ്ടെന്ന് അവള് പറയുന്നു. അതിൽ പേടിയാണെങ്കിൽ ഞാൻ ഇന്ന് കൂടെ കിടക്കാന്ന് അവള് പറയുകയാണ്. ഇത് കേൾക്കുന്ന നായകനും ഒക്കെ പറയുന്നു. അങ്ങനെ അവരന്ന് ആദ്യമായിട്ട് ഒരുമിച്ച് കിടക്കുവാണ്. അങ്ങനെ അവർ തമ്മിൽ ആ കണക്ഷൻ ഫോം ആവുന്നു. അങ്ങനെ അവർ തമ്മിൽ റൊമാൻസ് എല്ലാം ചെയ്യുന്നു. അങ്ങനെ ഭാര്യയും ഭർത്താവുമായിട്ട് അന്ന് മുതൽ അവർ ജീവിച്ചു വരുവാണ്. ഇത്ര നാളെ സ്ത്രീവർഗത്തിനെ വെറുത്തോണ്ടിരുന്ന അയാള് അതിനുശേഷം അയാളുടെ ആ ചിന്താഗതിയെല്ലാം മാറ്റി ഒരു നല്ല ഭർത്താവായി ജീവിച്ചു വരുവാണ്. അങ്ങനെ നായകൻ ആളാകെ മാറുന്നതായിട്ട് കാണിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് നായികന്റെ സ്നേഹം കൊണ്ട് നായകനെ അവൻ ജീവനായി കണക്കാക്കുന്നു. അങ്ങനെ ഇരിക്കുന്നൊരു സമയം അന്ന് ഫാക്ടറി വെച്ച് കല്യാണം വിളിക്കാൻ വേണ്ടി വന്ന ഒരു പെണ്ണിനോട്
നായകൻ മോശമായിട്ട് പെരുമാറുന്നുണ്ടായിരുന്നല്ലോ. അവളുടെ അടുത്തേക്ക് ഇപ്പൊ നായകനെയും കൂട്ടിക്കൊണ്ട് പോയി. അന്നങ്ങനെ സംസാരിച്ചു പോയാലും മാപ്പെല്ലാം പറഞ്ഞ് അവളുടെ കല്യാണത്തിന് കൊടുക്കാൻ കഴിയാത്ത ഗിഫ്റ്റ് എല്ലാം കൊടുക്കുന്നു. അങ്ങനെ നായകന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നായകൻ ശരിക്കും മാറിയതായിട്ട് ചില വിഷ്വൽസ് അല്ല, അതായത് അവർ തമ്മിലുള്ള കെമിസ്ട്രി അല്ല ഒരു സോങ്ങിലൂടെ കാട്ടിത്തരുന്നു. അതെല്ലാം കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ നായകൻ അന്നത്തെ പോലെ ഫാക്ടറി വന്നിരുന്ന്, അതായത് ഫാക്ടറിയിലെ ഓഫീസിൽ വന്നിരുന്ന് കണക്കുകളെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഇരുട്ട് നിറഞ്ഞ മുറിയാണ്. ഈ സമയം അന്ന് കേട്ടോല ജിന്നിന്റെ സൗണ്ട് വീണ്ടും കേൾക്കാൻ തുടങ്ങുന്നു. നീ ഇപ്പൊ ഒരുപാട് പ്രശ്നത്തിലാണെന്ന് എനിക്കറിയാം, ബിസിനസ് ഒക്കെ ഡൗൺ ആണ്, അതുകൊണ്ട് തന്നെ അച്ഛൻ നിന്നെ ഒരുപാട് വഴക്ക് പറയുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിച്ച നിന്റെ ജീവിതത്തിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ കഴിയും. ജിന്നി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട നമ്മുടെ നായകൻ ഈ സമയം പേടിയോടുകൂടിയാണെങ്കിലും നീ ആരാണെന്ന് ചോദിക്കുന്നു. ഞാൻ ആരാണെന്നോ എന്താണെന്നോ എന്ന് പറഞ്ഞിട്ട് നിനക്ക് വലിയ കാര്യമില്ല, പക്ഷെ ഞാൻ ചെയ്യുന്ന ഹെൽപ്പ് നിനക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് നീ ഇപ്പൊ അതിനെപ്പറ്റി മാത്രം ആലോചിച്ചാൽ മതി. ഇതെല്ലാം കേൾക്കുന്ന നായകൻ, ശരി എന്നാ നീ എന്നെ ഹെൽപ്പ് ചെയ്യും, എന്റെ ബിസിനസ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ആക്കാൻ നീ പറഞ്ഞാലും നീ എന്നെ സഹായിക്കുക. ഇത് കേൾക്കുന്ന ജിൻ പറയുവാണ്, ശരി നിന്റെ ആഗ്രഹം ഞാൻ സാധ്യമാക്കി തരാം, പക്ഷെ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഇത് കേട്ട നായകൻ അതെന്താണെന്ന് ചോദിക്കുന്നു. നിനക്ക് ഞാൻ ചെയ്തു തരുന്ന സഹായങ്ങൾക്ക് പകരമായിട്ട് നിന്റെ ഭാര്യന്റെ ഒരു തുള്ളി രക്തം എനിക്ക് തരണം. ഇത് കേൾക്കുന്ന നായകൻ അവളുടെ ഒരു തുള്ളി രക്തം കൊണ്ട് തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറുമെങ്കിൽ തനിക്കും ബിസിനസ് ഡെവലപ്പ് ആവാനുള്ള കഴിവുണ്ടെന്ന് അച്ഛനെ തെളിയിക്കാൻ കഴിയുവാണെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതിന് ഓക്കെ പറയുവാണ്. അങ്ങനെ അന്ന് വീട്ടിലേക്ക് എത്തിയ നായകൻ അതിനെപ്പറ്റി ഒരുപാട് ആലോചിക്കുന്നു. നായിക എന്തായാലും ഈ കാര്യം അറിഞ്ഞാൽ ചിലപ്പോൾ തനിക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കും. അതുകൊണ്ട് അവൾ അറിയാതെ ഒരു തുള്ളി രക്തമല്ലേ എങ്ങനെയെങ്കിലും അത് എടുക്കാന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അതിനുവേണ്ടി നമ്മുടെ നായകൻ ഒരു കാര്യം ചെയ്യുന്നു. അവൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന പാലില് നായകൻ എന്തോ മയങ്ങാനുള്ള മരുന്ന് കലർത്തുവാണ്. അങ്ങനെ അത് കുടിക്കുന്ന അവൾ ബോധം കെട്ടി വീഴുന്നു. ആ സമയം ഒരു സൂചി കൊണ്ട് അവളുടെ കൈ കുത്തി ഒരു തുള്ളി രക്തം അവനൊരു ചെറിയ ഡെപ്പിയിൽ എടുക്കുവാണ്. എന്നിട്ട് അടുത്ത സീനിൽ അതുമായിട്ട് നേരെ അവന്റെ ഓഫീസ് റൂമിലേക്ക് പോയി, ദാ നീ ആവശ്യപ്പെട്ട പോലെ എന്റെ ഭാര്യയുടെ ഒരു തുള്ളി രക്തം ഇത് സ്വീകരിച്ച് എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാൻ പറയുന്നു. ഈ സമയം ജിൻ പറയുവാണ്, ശരി നീ നിന്റെ കണ്ണ് ശരിക്കും പൊത്തി പിടിക്കുക, ഞാൻ ഈ രക്തം എടുക്കട്ടെ. അപ്പൊ നായകൻ അവന്റെ കണ്ണു പൊത്തുന്നു. അങ്ങനെ അവൻ ആ രക്തം കൊണ്ട് വെച്ച ഡെപ്പി ജിൻ എടുത്തോണ്ട് പോവുകയാണ്. അതുപോലെ നീ ആഗ്രഹിച്ച രീതിയിൽ ഇനി നിന്റെ ആഗ്രഹങ്ങളെല്ലാം എത്രയും വേഗം സാധ്യമാവുമെന്നും പറയുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് നായകൻ ആഗ്രഹിച്ച രീതിയിൽ അവന്റെ ബിസിനസ് എല്ലാം ഡെവലപ്പ് ആവാൻ തുടങ്ങുവാണ്. അവൻ എത്ര മടങ്ങാണോ ആഗ്രഹിച്ചത് അതിന്റെ 10 മടങ്ങ് കൂടുതൽ നന്നായി അവന് ബിസിനസ് ചെയ്യാൻ കഴിയുന്നു, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നു. ആ ഒരു മൈലേജ് കൊണ്ട് തന്നെ അവൻ അതേപോലെ 2-3 ഫാക്ടറിയും കൂടി പുതുതായി അവിടെ തുടങ്ങുവാണ്. ഇതെല്ലാം കാണുന്ന സമയത്ത് അവന്റെ കഴിവ് അച്ഛന് മനസ്സിലാവുന്നു. അതായത് കുറ്റം പറഞ്ഞ അവന്റെ അച്ഛന്റെ മുമ്പിൽ വരെ അവന്റെ കഴിവ് തെളിയിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് അച്ഛൻ അവനെ ഒരുപാട് പുകഴ്ത്തുവാണ്. അന്ന് അവൻ കൊടുത്ത രക്തം സ്വീകരിച്ച് അവന്റെ ആഗ്രഹങ്ങൾ എത്രയും വേഗം സാധിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആ ജിന്നെ അവിടെ നിന്ന് പോയ സമയം, ഇനി ഇതുപോലെ എന്തെങ്കിലും നിനക്ക് ആവശ്യം വരുവാണെങ്കിൽ നിന്റെ ഓഫീസ് മുറിയിൽ വന്നിരുന്ന് എന്നെപ്പറ്റി ആലോചിച്ച് എന്നെ നീ വിളിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ജിന്നെ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ കിട്ടിയ മൈലേജ് കൊണ്ട് കുറെ നാളൊക്കെ നമ്മുടെ നായകനൊരു കുഴപ്പമില്ല, അത് അങ്ങനെ പോയി. എന്നാൽ അതിനുശേഷം വീണ്ടും മനുഷ്യനല്ലേ ആഗ്രഹങ്ങൾ തോന്നി തുടങ്ങുവാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും എന്തുകൊണ്ട് ആ ജിന്നിനെ വിളിച്ചുകൂടാന്ന് നായകൻ ഇപ്പൊ ആലോചിക്കുന്നു. അങ്ങനെ അന്ന് ആ ജിൻ പറഞ്ഞ പോലെ നമ്മുടെ നായകൻ ഇപ്പൊ ആ ഓഫീസ് മുറിയിൽ വീണ്ടും വന്നിരുന്ന് ആ ജിന്നിനെ പറ്റി ആലോചിച്ച് അതിനെ വിളിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ അത് അവിടേക്ക് വരികയും ചെയ്യുവാണ്. ശരി നീ എന്നെ വീണ്ടും വിളിച്ചുകൊണ്ട് ഞാനിപ്പോ നിന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുവാണ്, നിനക്കിനി എന്ത് ആഗ്രഹങ്ങളെ ഞാൻ സാധിച്ചു തരേണ്ടേന്ന് ചോദിക്കുന്നു. അന്ന് നീ ചെയ്ത ഹെൽപ്പ് കൊണ്ട് എന്റെ ബിസിനസ് ഒക്കെ ശരിക്കും ഡെവലപ്പായി, എന്റെ അച്ഛന്റെ മുമ്പിൽ എന്റെ കഴിവ് എനിക്ക് തെളിയിക്കാൻ സാധിച്ചു. ഒരു 2-3 ഫാക്ടറിയും പുതിയതായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് എന്റെ ബിസിനസ് പുറം നാട്ടിലേക്ക് എനിക്ക് എത്തിക്കണം, കുറച്ചും കൂടി ഡെവലപ്പ് ആവണം, അതിനുള്ള ഹെൽപ്പിന് വേണ്ടിയാണ്. സോ നീ എനിക്ക് ഹെൽപ്പ് ചെയ്തു തരണമെന്ന് പറയുന്നു. അതുപോലെ പകരമായിട്ട് തന്റെ ഭാര്യന്റെ ഒരു തുള്ളി ആക്കണ്ട, 2-3 തുള്ളി രക്തം തന്നേക്കാന്നും അവൻ പറയുവാണ്. എന്നാൽ ഇത് കേൾക്കുന്ന ജിൻ പറയുവാണ്, അന്ന് ഞാൻ നിന്റെ ഭാര്യന്റെ ഒരു തുള്ളി രക്തം ചോദിച്ചെന്ന് വിചാരിച്ചോണ്ട് ഇപ്പോഴും അതേ കാര്യം തന്ന് എന്നെ ഒതുക്കാന്ന് വിചാരിക്കേണ്ട. ഇപ്പൊ നീ എന്നെ വിളിച്ചു വരുത്തിയോണ്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചോദിക്കും, അത് നീ എനിക്ക് സാധ്യമാക്കി തരണം. ഇത് കേട്ട നായകൻ ആ ശരി എന്തെങ്കിലും ആട്ടെ സാധിച്ചു തരാൻ ചോദിച്ചോളം പറയുന്നു. എന്നാൽ ഈ സമയം ജിൻ ചോദിക്കുന്നത് നമ്മുടെ നായകന്റെ ഭാര്യനെയാണ്. ഇത് കേൾക്കുന്ന നായകൻ ആകെ ഷോക്കാവുന്നു. ഭാര്യനെ നായകൻ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നായകൻ ഇപ്പൊ ജിന്നിനോട് ദേഷ്യപ്പെടുന്നു. എന്തൊക്കെ വന്നാലും എന്റെ ഭാര്യനെ ഞാൻ വിട്ടുതരില്ല, ബിസിനസ്സിൽ എനിക്ക് ഇനി കൂടുതൽ ഡെവലപ്പ് ആയില്ലെങ്കിലും വേണ്ടില്ല, ഇതിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല, ഇപ്പൊ തന്നെ ഇവിടുന്ന് പൊക്കോളാനൊക്കെ നായകൻ ഇപ്പൊ ആ ജിന്നിനോട് പറയുവാണ്. ഇത് കേൾക്കുന്ന ജിൻ പറയുവാണ്, വിളിച്ചു വരുത്തുക എന്നുള്ളത് നിന്റെ കടമയാണ്, പക്ഷെ പോവാന്നുള്ളത് അത് എന്റെ കടമ മാത്രമാണ്. സോ ഞാൻ പോണെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കണം. നീ ഇവിടേക്ക് എന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ ആഗ്രഹം സാധിച്ച് നീ അതിന് പകരമായിട്ട് തരുന്ന നിന്റെ ഭാര്യനെ സ്വീകരിച്ച് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഇനി നീ അതിന് തയ്യാറായില്ലെങ്കിൽ നീ ഇത്ര നാൾ നേടിയ കാര്യങ്ങളെല്ലാം ഞാൻ തിരികെ എടുക്കും, അതായത് നിന്നെ പഴയൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ദരിദ്രാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ഇത് കേൾക്കുന്ന നായകൻ ആകെ ഷോക്കാവുന്നു. ഇതൊരു വലിയ പുലിവാലായാലോ എന്ന് നായകൻ വിചാരിക്കുവാണ്. എന്തൊക്കെയാണെങ്കിലും അവനവന്റെ ഭാര്യനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം പറഞ്ഞ് നിനക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യ്, ഞാൻ എന്തായാലും ഈ ഡീലിന് ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് നായകൻ അവിടെ ഇറങ്ങി പോകുന്നു. അതിനുശേഷം ജിൻ പറഞ്ഞ പോലെ നായകന്റെ ബിസിനസ്സിൽ അവന് കുറച്ച് വീഴ്ചകളെല്ലാം ഉണ്ടാവാൻ തുടങ്ങുന്നു. അതായത് കമ്പനി ലോസിലേക്ക് പോകാൻ തുടങ്ങുവാണ്. അങ്ങനെയിരിക്കുന്ന അതേ സമയം തന്നെ നായകന്റെ പുതിയ 2 ഫാക്ടറിയിൽ വെള്ളം കയറുന്നു. അങ്ങനെ ഉണ്ടാക്കി വെച്ച പടക്കങ്ങളെല്ലാം നനഞ്ഞു പോവുകയാണ്. അങ്ങനെ അവിടെ വീണ്ടും നായകന് ലോസ് ഉണ്ടാവാൻ തുടങ്ങുന്നു. എന്തായാലും ആ ജിന്നിനെ വിളിച്ചു വരുത്തിയതിന് ശേഷമാണല്ലോ ഇങ്ങനെ എല്ലാം സംഭവിച്ചത്. അതായത് അത് പറഞ്ഞ പോലെ എല്ലാം സംഭവിക്കാൻ തുടങ്ങിയത്. സോ അതിനെ വീണ്ടും ഒന്ന് കണ്ട് എങ്ങനെയെങ്കിലും സംസാരിച്ച് കൺവിൻസ് ചെയ്ത് അതിനെ തിരിച്ചയക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നായകൻ ഇപ്പൊ വീണ്ടും അങ്ങനെ അവന്റെ ഓഫീസ് മുറിയിലേക്ക് എത്തുവാണ്. അങ്ങനെ നായകൻ ഒരുപാട് സംസാരിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. ഞാൻ ആവശ്യപ്പെട്ടോലെ നിന്റെ ഭാര്യനെ എനിക്ക് കിട്ടിയാൽ മാത്രമേ നിന്റെ കഷ്ടപ്പാടെല്ലാം മാറുള്ളൂ, അല്ലെങ്കിൽ നീ ഇനി ഇതുപോലെ ഒരുപാട് താഴ്ചയിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞ് ജിന്ന് ഇപ്പൊ അവനെ ഭീഷണിപ്പെടുത്തുവാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട് നായകനെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ആ സമയം നായകനെ ഇളക്കാൻ വേണ്ടി അല്ലെങ്കിൽ നായകനെ മനസ്സ് മാറ്റാൻ വേണ്ടി ജിന്ന് അവനോട് ഒരു കാര്യം പറയുന്നു. നീ ഇത്രയധികം സ്നേഹിക്കുന്ന നിന്റെ ഭാര്യ നീ അറിയാതെ മറ്റൊരാളുമായിട്ട് ഒരു അഫെയറിലാണ്. ഇപ്പോഴും ആ കാര്യങ്ങളെല്ലാം നിന്നെ നിന്ന് മറച്ചു വെച്ച് നിന്നെ അവിടെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന നായകനാകെ ഷോക്കാവുന്നു. അന്ന് വീട്ടിലേക്ക് എത്തിയ അവൻ നൈസായിട്ട് അവന്റെ ഭാര്യനോട് ഈ കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ എവിടെ നിന്ന് ഈ കാര്യം അറിഞ്ഞു എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കേട്ട
കാര്യങ്ങൾ മുഴുവൻ ശരിയല്ല. ഞാൻ അയാളുമായിട്ട് പ്രണയത്തിലാന്നുള്ള കാര്യം സത്യമായിരുന്നു. അത് നമ്മുടെ കല്യാണത്തിന് മുമ്പായിരുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അയാളുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഇങ്ങനെല്ലാം നായകനോട് പറഞ്ഞു കൊടുക്കുന്നു. അവളെ നായകൻ അത്ര വിശ്വാസമായതുകൊണ്ട് അത് കേട്ട നായകൻ അടുത്ത സീനിൽ നേരെ ഓഫീസ് മുറിയിലേക്ക് വന്ന് ജിന്നിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. എടാ, അവൾ നിന്നെ ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പറയുന്നത് നിനക്ക് വിശ്വാസമെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ നിനക്കൊരു വിഷ്വല് കാട്ടിത്തരാം. ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് ജിന്നി അവനൊരു വിഷ്വല് കാട്ടിക്കൊടുക്കുന്നു. അവളുടെ ആ കാമുകനോടൊപ്പം അവൾ ബെഡ് ഷെയർ ചെയ്യുന്ന ഒരു രംഗമായിരുന്നു അത്. അങ്ങനെ ഇപ്പൊ ഇത് കണ്ടതോടെ നായകൻ അവന്റെ ഭാര്യനോട് ഉണ്ടായിരുന്ന ആ വിശ്വാസം എല്ലാം തകരുവാണ്. അങ്ങനെ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അടുത്ത സീനിൽ നേരെ അവന്റെ അച്ഛനെ പോയി കാണുവാണ്. എന്നിട്ട് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ശരിക്കും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ജിന്നി ചോദിക്കുന്നത് പഴയൊരു അവസ്ഥയിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ എന്റെ ഭാര്യനെ കൊടുക്കണമെന്നാണ്. അതിനെനിക്ക് കഴിയില്ലായിരുന്നു. എന്നാൽ അവൾ എന്നെ ചീറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല എന്ന് ഞാൻ ആലോചിക്കുവാണ്. എന്നാൽ ഒരു തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അച്ഛൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് കേൾക്കുന്ന അവന്റെ അച്ഛൻ പറയുവാണ്, ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ എന്റെ ഭാര്യനെ കൊടുത്തേനെ. ശരി, അപ്പൊ അച്ഛൻ പറഞ്ഞു വരുന്നത് അവളെ ജിന്നിന് കൊടുക്കണമെന്നാണോ? പക്ഷെ പുറം ലോകത്തോട് നമ്മൾ എന്ത് പറയും? അവളെ കാമുകന്റെ കൂടെ ഒളിച്ചോടി എന്നങ്ങ് പറയടാ. ഇത് കേൾക്കുന്ന നായകൻ പെട്ടെന്നൊരു കാര്യം തിങ്ക് ചെയ്യുന്നു. അത് അവന്റെ അമ്മേനെ പറ്റിയായിരുന്നു. അതായത് ചെറുപ്പത്തില് അവന്റെ അമ്മ ഇതേപോലെ മറ്റൊരു വ്യക്തിയോടൊപ്പം ഒളിച്ചോടി പോയി എന്നാണല്ലോ ഇവരുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്ന് നടന്ന ആ കാര്യം ശരിക്കും ഉള്ളതാണോ എന്ന് നായകൻ ഇപ്പൊ പെട്ടെന്ന് ആലോചിച്ചു പോകുന്നു. അങ്ങനെ അതിനെപ്പറ്റി ചോദിക്കുന്ന സമയം അയാൾ കിടന്ന് ഉരുണ്ട് കളിക്കുവാണ്. അപ്പൊ നായകൻ മനസ്സിലാവുന്നു ഇയാളെ എന്തോ നേട്ടത്തിന് വേണ്ടി ഇയാൾ അമ്മേനെ അന്ന് കൊന്നു കളഞ്ഞതാണെന്ന്. എന്നിട്ട് പുറം ലോകത്തിന് മുമ്പിൽ അവർ ഒളിച്ചോടി പോയ രീതിയിൽ അയാളെ സാഹചര്യം മാറ്റിയതാണെന്ന്. അതേപോലെ ചെയ്യാനാണ് ഇപ്പൊ അയാൾ നായകനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തായാലും അച്ഛൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ട് നായകൻ അതിന് കൺവിൻസ് ആവുന്നു. അങ്ങനെ തന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തന്റെ ഭാര്യനെ ജിന്നിന് കൊടുത്താലും തനിക്ക് നേട്ടങ്ങളെ ഉണ്ടാവുള്ളൂ എന്ന് നായകൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നായകൻ കണക്ക് കൂട്ടുവാണ്. അങ്ങനെ അന്ന് രാത്രി വീട്ടിലേക്ക് എത്തിയ നായകൻ നാളെ രാവിലെ നീ നല്ല ഭംഗിയായി ഒരു കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങണം, എന്നിട്ട് എന്റെ കൂടെ ഫാക്ടറിയിലേക്ക് വരണം. ഇത് കേട്ട നായിക അതെന്തിനാണെന്ന് ചോദിക്കുന്നു. അപ്പൊ നായകൻ അവളോട് ഒട്ടും ഇഷ്ടമല്ലാതെയല്ലേ അന്ന് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. സോ നാളെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി എനിക്ക് നിന്നെ ആ ഫാക്ടറി വെച്ചൊന്ന് കല്യാണം കഴിക്കണം, അതിനു വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് അവളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അങ്ങനെ അവളെ താലിമാലയെല്ലാം ഉരി വാങ്ങി നാളെ അവിടെ വെച്ച് കിട്ടാന്നുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അവൻ പറയുന്ന ഈ വാക്കും കേട്ട് അവളൊരു കല്യാണ പെണ്ണിനെ പോലെ നന്നായിട്ട് ഒരുങ്ങുവാണ്. അത് കഴിഞ്ഞ് നായകൻ അവളെയും കൂട്ടിക്കൊണ്ട് നേരെ ആ ഫാക്ടറിയിലെ അവന്റെ ഓഫീസ് മുറിയിലേക്ക് വരുന്നു. അതൊരു ഇരുട്ട് നിറഞ്ഞ മുറിയാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ അവളെയും കൊണ്ട് അവൻ അവിടേക്ക് ഇല്ലുന്ന സമയം നമുക്ക് പുറത്തെവിടെയും വെച്ച് കല്യാണം കഴിച്ചാൽ പോരെ, ഈ ഇരുട്ട് നിറഞ്ഞ മുറി വെച്ച് തന്നെ വേണമെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. ഇവിടെ അതിന് പറ്റിയ സ്ഥലം ഈ സമയത്ത് നായകൻ പറയുന്നു. എന്നിട്ട് അവളെ അവിടെ നിർത്തി അവൾക്ക് ചുറ്റും കരിമരുന്ന് കൊണ്ട് അവനൊരു വലയുണ്ടാക്കുവാണ്. എന്നിട്ട് അതിന് തീ കൊളുത്തുന്നു. ഇതെല്ലാം കാണുന്ന നായിക ഒരുപാട് പേടിക്കുവാണ്. നിങ്ങൾ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയം അവൻ ജിന്നിനെ അവിടേക്ക് വിളിക്കുവാണ്. എന്നിട്ട് നീ പറഞ്ഞ പോലെ എന്റെ ഭാര്യനെ ദാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എന്നെ ചീറ്റ് ചെയ്ത് ഇവളെ നീ സ്വീകരിച്ച് എനിക്ക് വേണ്ട നേട്ടങ്ങൾ തരാൻ പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന നായിക ഞാൻ ഇതുവരെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടില്ല, എനിക്കൊരിക്കലും അതിന് കഴിയില്ല, ഇങ്ങനെയെല്ലാം പറയുവാണ്. ഈ സമയത്താണ് അന്ന് ജിന്നി ഇയാൾക്ക് കാട്ടിക്കൊടുത്ത ആ വിഷ്വൽസ് എല്ലാം ഒരു ഫേക്ക് ആയിരുന്നു. ശരിക്കും അന്ന് അവളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി നായകൻ തന്നെയായിരുന്നു. നായകന്റെ മുഖം അവളുടെ പഴയ കാമുകന്റേതാക്കി മാറ്റി ജിന്നിവിനെ തെറ്റിദ്ധരിപ്പിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചാണെന്നുള്ള കാര്യം നായകൻ റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ നായകനാകെ പതറി നിൽക്കുന്ന അതേ സമയം തന്നെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ്. പിന്നെ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാനിരിക്കുമായിരുന്നു. നിങ്ങളുടെ കുട്ടി ഇപ്പൊ എന്റെ വയറ്റിലുണ്ട്, അതിനെ തൊട്ട് ഞാൻ സത്യം ചെയ്യുവാണ്, ഒരിക്കലും ഞാൻ ഇതുവരെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടില്ല. ഇതെല്ലാം കേൾക്കുന്ന നായകനാകെ വല്ലാതാവുന്നു. ഇതേ സമയം തന്നെ അവിടേക്ക് നായകനെ സ്വീകരിക്കാൻ വേണ്ടി ജിൻ എത്തുവാണ്. അപ്പൊ അതിനോട് നായകൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ദേവി ഇതിന്റെ ഭാര്യനൊന്നും ചെയ്യരുത്, അവളെ എനിക്ക് തന്നെ തിരികെ വേണം. ഇപ്പൊ അവളുടെ വയറ്റിൽ എന്റെ കുഞ്ഞു വളരുന്നുണ്ട്, എന്റെ ബിസിനസ് എല്ലാം പൊട്ടി പാളീസായി, ഞാൻ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് പോയാലും വേണ്ടില്ല, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എന്റെ ഭാര്യനെ മാത്രമേ എനിക്ക് മതി. ഇങ്ങനെ ജിന്നിനോട് നായകൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നായകൻ പറയുന്ന ഒന്നും കേൾക്കാതെ ജിന്നു നായകനെ സ്വീകരിച്ച് അവളെ എവിടെ നിന്ന് കൊണ്ടുപോവാണ്. ഈ കാഴ്ച കാണുന്ന നായകൻ ഒരുപാട് കരയുന്നു. താൻ ചെയ്തു പോയത് വലിയൊരു തെറ്റാണെന്ന് അവന് മനസ്സിലാവുന്നു. അങ്ങനെ അവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ അവൻ അവന്റെ അച്ഛനെ കാണാൻ വേണ്ടി വരുന്നു. ഞാൻ ഇന്നലെ വന്ന് നിങ്ങളോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങൾ ആ കാര്യം ചെയ്യാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ ഭാര്യ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായേനെ. ഇത്രയും വലിയൊരു തെറ്റ് ഞാൻ ചെയ്യില്ലായിരുന്നു. അതിനെല്ലാത്തിനും എന്നെ മോട്ടിവേറ്റ് ചെയ്താ നിങ്ങൾ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു തലയണ എടുത്ത് നായകൻ അയാളെ അവിടെ വെച്ച് ശ്വാസം മുടിച്ചു കൊല്ലുവാണ്. അത് കഴിഞ്ഞ് ഭാര്യ ഇല്ലാത്ത ഈ ലോകത്ത് ഇനി താനും ജീവിച്ചിരിക്കുന്നതിൽ കാര്യമില്ല എന്നും വിചാരിച്ച് നായകൻ ഇപ്പൊ അവന്റെ ഓഫീസ് മുറിയിലേക്ക് വന്ന് അങ്ങനെ തൂങ്ങി മരിക്കുന്നു. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് എല്ലാം കേട്ട ഇപ്പൊ പ്രസന്റിലേക്ക് വരുവാണ്. ഇപ്പൊ രാജി കഥകളെല്ലാം വെള്ളമൊടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുമായിരുന്നല്ലോ. ഇതെല്ലാം കേട്ട കൂടെയുള്ള ആൾക്കാരെ കേട്ടുവിടുന്നു. എന്റെ മോനെ നീ പറയുന്ന ഈ കഥ കൊണ്ട് അല്ലെങ്കിൽ അത് കേട്ടിട്ട് അടിച്ച ബ്രാൻഡിയുടെ കെട്ട് വരെ വിട്ടുപോയി. അതൊക്കെ ഇരിക്കട്ടെ, ഇത് എവിടെ നടന്ന കഥയാ? ഇങ്ങനെ അവർ ചോദിക്കുന്ന സമയത്ത് രാജു പറയുവാണ്, ഇത് മറ്റെവിടെ നടന്ന കഥയല്ല, ഇവിടെ തന്നെ നടന്ന കഥയാണ്. ആ സംഭവങ്ങളെല്ലാം നടന്ന ആ ഫാക്ടറിന്റെ ഉള്ളിലാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. രാജു ഇങ്ങനെ ഈ കാര്യം പറയുന്ന സമയത്ത് കൂടെയുള്ളവരെല്ലാം ഒരുപാട് പേടിക്കുന്നു. ഇതേ സമയം തന്നെ അവിടെയുള്ള ഒരു ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആവാൻ തുടങ്ങുവാണ്. അവിടേക്ക് നമ്മുടെ നായകന്റെ ആത്മാവ് എത്തുന്നതായിട്ട് കാണിക്കുന്നു. അതോടുകൂടിയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. സോ ഇതിനുശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ചെറുപ്പക്കാരൻ നായകന്റെ ആത്മാവ് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഒരു സസ്പെൻസിൽ നിർത്തിക്കൊണ്ടാണ് അങ്ങനെ മൂവി എൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഈ മൂവിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുമെന്ന് പറയുന്നു. അപ്പൊ നോക്കാം. സോ ഈ മൂവി കണ്ട നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല മൂവീസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ താങ്ക് യു എവരിവൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.